ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കുറച്ച് നൈറ്റ് സ്യൂട്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്നും നൈക്കയിൽ നിന്നൊക്കെ ആയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈ ഒരു നൈറ്റ് സ്യൂട്ടാണ്. അപ്പോൾ ഇതെല്ലാം പജാമ സെറ്റാണ്. ജെയോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു നൈറ്റ് സ്യൂട്ട് വരുന്നത്. അപ്പം ഈ ഒരു കളർ കൂടാതെ ഓൾമോസ്റ്റ് ഒരു 11 മോർ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വയലറ്റ് കളറാണ് ഈ ഒരു പജാമ സെറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 948 റുപ്പീസാണ് ഇപ്പോൾ സൈറ്റിൽ കാണിക്കുന്നത്. അപ്പം ഓരോ കളർ അനുസരിച്ച് ഓരോ റേറ്റിനാണ് ഈ ഒരു നൈറ്റ് സ്യൂട്ട് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കളർ കൂടാതെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൂടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സ്ട്രാൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ട്രാൻഡ്സ് ആണ്. അത്യാവശ്യം കുറച്ചുകൂടെ നീളമുള്ള ടൈപ്പാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു പജാമ സെറ്റാണിത്. ഞാനിതിൻ്റെ സ്മോൾ സൈസാണ് ചൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതാണ് സെയിം ബ്രാൻഡിൻ്റെ തന്നെ സെയിം പാറ്റേണും ഡിസൈനും ഒക്കെയാണ് വരുന്നത്. റേറ്റ് വ്യത്യാസം ഉണ്ടാവും, കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഞാൻ നൈക്കിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു നൈറ്റ് സ്യൂട്ടാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1100 റുപ്പീസാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഡ്രേപ്പ് ബൈ വോഗ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്മോൾ സൈസാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫുൾ ലെങ്ത് ആണ് ഇതിൻ്റെ പാൻസ് വരുന്നത്. സ്ലീവ്സ് എന്ന് പറയുമ്പം ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഫ്രണ്ടിൽ ഇങ്ങനെ പോക്കറ്റ് ഉണ്ട്. ബട്ടൺ ക്ലോഷറാണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ഞാൻ തരാം. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബട്ടൺസ് തന്നെയാണ്. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ബട്ടൺസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു നൈറ്റ് സ്യൂട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഈവൻ അലക്കി ഇടുമ്പോൾ തന്നെയും നല്ല പെട്ടെന്ന് ഉണങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേ കാണിച്ച നൈറ്റ് സ്യൂട്ട് ആണെങ്കിലും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് തന്നെയാണ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് അല്ലാതെ കിടക്കും, പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. സോ ഈ ഒരു നൈറ്റ് സ്യൂട്ട് ഞാൻ മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 2 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂ കളേഴ്സും അവൈലബിൾ ആണ്, അതുപോലെ ഈ ഒരു പീച്ച് കളറിലും അവൈലബിൾ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം കണ്ടിന്യൂസ്ലി നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ഫ്ലോറൽ ഡിസൈനാണ്. പല ഫ്ലോറൽസും നമുക്ക് കാണാൻ പറ്റും, പല കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽസും. ഇതിൻ്റെ ബ്ലൂ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1324 റുപ്പീസാണ്. അപ്പം മുന്നേ കാണിച്ചതെന്നൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് നമ്മൾ ചിലപ്പം നിഴലടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബനിയൻ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ഉള്ള പാൻസാണ് വരുന്നത്. സ്ലീവ്സ് നോക്കുവാണെങ്കിൽ സ്മോൾ സ്ലീവ്സ് ആയിരിക്കും. സോ ഇതാണ് നെക്സ്റ്റ് നൈറ്റ് സ്യൂട്ട്. നൈക്കയിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തപ്പോൾ സോയി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു നൈറ്റ് സ്യൂട്ട് വരുന്നത്. 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും അത് കൂടാതെ ഒരു വൈറ്റ് ഷെയ്ഡുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസ് ഒക്കെ സെയിം ആയിരിക്കും. പ്രിൻസിൻ്റെ കളേഴ്സ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ടാവും. ഹാഫ് സ്ലീവ്സ് ആണ് ഈ ഒരു നൈറ്റ് സ്യൂട്ടിന് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പാൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് പാൻറ്റാണ് വരുന്നത്. ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റും. 1260 റുപ്പീസാണ് ഈ ഒരു പജാമ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടും കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂടുതൽ ബെല്ലൈക്കൻ ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനൊക്കെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.